വേപ്പില കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരകിയത് 4 തേങ്ങ ചിരകിയത്, ഉണങ്ങിയ തേങ്ങ എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. കറിവേപ്പില ധാരാളം 6-7 വലിയ തണ്ടെങ്കിലും കറിവേപ്പില ഇതിലേക്ക് ചേർക്കണം. വറ്റൽ മുളക് 50 മുതൽ 60 ഗ്രാം വരെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇഞ്ചി 1 കഷ്ണം, കുരുമുളക് 3 ടേബിൾ സ്പൂൺ, വാളൻ പുളി അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിവിടെ മിനിമം ഒരു 50 ഗ്രാം ആവശ്യമുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇതിലേക്ക് വറുത്ത് പൊടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. 50 ഗ്രാം പരിപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ വേപ്പില കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. ചമ്മന്തിപ്പൊടി എടുക്കാനായിട്ട് നമുക്ക് മുഴുത്ത ഉരുളി ആവശ്യമുണ്ട്. മുഴുത്ത ഉരുളി എടുക്കുക, അത് നമ്മൾ തീ ഓൺ ചെയ്ത് അടുപ്പിലേക്ക് വയ്ക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. പരിപ്പ് കരിഞ്ഞു പോകാതെ, കളറ് മാറിപ്പോകാതെ നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം. തുടരെ ഇളകുക. പരിപ്പ് നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പരിപ്പ് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി 4 തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിരുന്നത്. വളരെ ചെറിയതായിട്ട്, ചെറിയ പേരയായിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് മുറിച്ചിട്ടു, കുരുമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് തീ ഓൺ ചെയ്യാം. ധാരാളം കറിവേപ്പില ഇതിലേക്ക് ചേർക്കണം. ഇനി തുടരെ നിർത്താതെ ഇനി ഇളക്കുകയും ചെയ്യണം. തുടക്കത്തിൽ ഇളക്കാൻ ഇച്ചിരി പാടാണ്, കാരണം തേങ്ങയുടെ നനവും ഇലയ പച്ചയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് തുടക്കത്തിൽ ഒരല്പം പാടാണ്. അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ ഇച്ചിരി കെയർഫുള്ളായിട്ട് ഇളക്കുക. തേങ്ങയൊന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉരുളി ഒന്ന് മാറ്റി നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി. നാല് തേങ്ങ ചുരുങ്ങി ഇത്രയായി. ഇനി ഇതും ഇതിൽ നന്നായിട്ടിത് കുറയും. എല്ലാം കൂടെ നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കൂടുതൽ ബ്രൗൺ നിറത്തിലേക്ക് തേങ്ങ വന്നുകൊണ്ടിരിക്കുന്നു. തേങ്ങ ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കരുത്, നോക്കി പാകത്തിന്. ഞാനിപ്പോൾ തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തീ കുറച്ചിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത്തിരി സമയമെടുത്ത് വേണം, നമ്മൾ ഒരുപാട് തീ ആളിച്ചിട്ട് കരിയിച്ച് കളയരുത്. തുടരെ ഇളക്കി വേണം നമ്മളിത് നല്ല ചമ്മന്തിപ്പൊടി കിട്ടാനായിട്ട്. ഒരേപോലെ എല്ലാം മൂത്ത് കിട്ടുകയും ചെയ്യാം. കിലുകില ശബ്ദം കേൾക്കാമല്ലോ. അപ്പം മുളകും കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ഇറക്കുന്നപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഒരു 3/4 ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് നമ്മുടെ തേങ്ങ ആവുന്നതോടൊപ്പം തന്നെ ഈ മുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വറന്ന് കിട്ടും. ഇപ്പം കണ്ട തേങ്ങയും മുളകും കറിവേപ്പില എല്ലാം കൂടി ചുരുങ്ങി വളരെ കുറച്ച് മാത്രമായി. കറിവേപ്പില എല്ലാം ഓൾമോസ്റ്റ് അതിനകത്ത് പൊടിഞ്ഞ് തന്നെ ഇപ്പം തന്നെ അത് ഞുറുങ്ങിക്കഴിഞ്ഞു. തേങ്ങ വറക്കുന്ന സമയത്ത് അവസാനം ആകുമ്പോഴത്തേക്ക് മുളക് മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്നെടുത്ത് നമ്മൾ മുറിച്ച് നോക്കണം. ഇപ്പോൾ കരികരാന്ന് ഒടിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുളക് മൂത്തിട്ടില്ല. എങ്ങാനും നിങ്ങളുടെ മുളക് തണുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ മുളക് തന്നെ തിരഞ്ഞെടുത്ത് വീണ്ടും മൂപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം പാകത്തിന് ഒരുപോലെ തന്നെ തേങ്ങ വറക്കുന്നതോടൊപ്പം തന്നെ കറിവേപ്പിലയും മുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് കരികരാന്നത് നന്നായിട്ട് പൊടിയുന്ന രീതിയിലത് വറന്നു കഴിഞ്ഞു. ഏതാനും മിനിറ്റുകളിലൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ ചമ്മന്തിക്ക് പാകത്തിന് ഇത് വറുത്ത് കിട്ടും. നമ്മൾ ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമാക്കി കഴിച്ചെടുക്കരുത്, കാരണം ഇപ്പം നല്ല ചൂടോടുകൂടിയാണല്ലോ നമ്മൾ നിർത്തുന്നത്. ആ നിർത്തുന്ന സമയത്ത് പിന്നെയും ചൂട് കൊണ്ടിരുന്നത് വീണ്ടും നന്നായിട്ട് ഇരുന്ന് മൂക്കും. അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ എടുത്ത്
വായിലിട്ട് കടിച്ച് നോക്കുക. അപ്പോൾ കരികരാന്ന് നമുക്ക് നല്ല ക്രിസ്പൊക്കെ കഴിക്കുന്നത് പോലെ നല്ല കരികരാന്നിരിക്കുന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്താണ്. പിന്നെ ഒരു അല്പം കളറും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേശം നേരം കൂടി ഇട്ട് മൂപ്പിക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കറുപ്പ് കളറിലങ്ങ് ആക്കി കളയരുത്. തീ കുറച്ചിട്ട് അവസാന ഭാഗം ആകുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം ഇളക്കി മൂപ്പിച്ചെടുക്കാം. മുളക്, കറിവേപ്പില ഇതെല്ലാം മൂത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ശരി, നമ്മളിത് ഇടയ്ക്കൊന്ന് നോക്കണം. ഇതിൻ്റെ മൂപ്പ് എന്തേലും ആയി എന്നുള്ളത് നമ്മൾ നോക്കണം. ചിലപ്പോൾ മുളക് മുഴുവനോടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മുളക് മൂക്കാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. എങ്ങാനും സംഭവിച്ചാൽ അതേസമയം നിങ്ങൾ തീ കൂടുതലിടുവോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി മുളക് ശരിക്കും മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളക് ഇതിൽ നിന്ന് പെറുക്കിയെടുത്ത് അത് തന്നെ വീണ്ടും ഒരു പാത്രത്തിലിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. തേങ്ങ എല്ലാം ഒരുപോലെ തന്നെ നന്നായിട്ട് ബ്രൗൺ നിറത്തിലായി നല്ലതായിട്ട് മൂത്ത് വറുത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കാരണം ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ബാക്കി ചൂടും കൊണ്ട് ബാക്കി കളറും കൂടി ഇതിലേക്ക് വന്നോളും. അപ്പോൾ കണ്ട എത്ര ഈസി ആയിട്ട് നമുക്കിത് ഇളക്കാൻ പറ്റുന്നത്. ആയിട്ട് മൂപ്പിച്ച് വറുത്തെടുത്തു. എന്നാൽ ആ ബ്രൗൺ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കരിക്കളറല്ല, കാപ്പിപ്പൊടി കളറോ അങ്ങനെയൊന്നുമല്ല. തേങ്ങയുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തേങ്ങ ഇനി മൂക്കാനുണ്ടെന്ന്. പക്ഷേ നന്നായിട്ട് നമ്മൾ വായിലിട്ടൊന്ന് ചവച്ച് നോക്കുക. അപ്പോൾ നല്ല കരികരാന്ന് തേങ്ങ മൂത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീ അന്നേരം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇളക്കണം. ഇനി തണുത്തതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. പുളിയും ഉപ്പും നമ്മളിത് പൊടിക്കുന്ന സമയത്താണ് ചേർക്കുക. അതുപോലെ നമ്മൾ പരിപ്പ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ നിന്ന് ധാരാളം എണ്ണ ഇറങ്ങും നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത്. പണ്ടൊക്കെ ഇടിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. എണ്ണ ഇറങ്ങുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് വറുത്ത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ നമുക്ക് ഇനി പൊടിക്കുന്നത് കാണാം. ആദ്യമേ തന്നെ നമുക്ക് പരിപ്പൊന്ന് പൊടിച്ചെടുക്കാം. കിട്ടാവുന്നിടത്തോളം മുളക് ഞാനിതിലേക്ക് പെറുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയും ഉപ്പും കൂടെ ചേർത്തത് മിക്സ് ചെയ്യാം. മുളകും കുറച്ച് പുളിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടിത് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാൻ കാരണം തേങ്ങ ഒത്തിരി അങ്ങോട്ട് പൊടിക്കാതെ നല്ല കരികരിപ്പോടുകൂടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ മുളകെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. തേങ്ങ വറുത്തത് കുറച്ച് പരിപ്പ് പൊടിച്ചത്, പിന്നെ നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും പുളിയെല്ലാം കൂടെ കൂടിയത് മിക്സ് ചെയ്യാം. മുളക്, തേങ്ങ, പരിപ്പ് പൊടിച്ചത്, ഉപ്പും എല്ലാം കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചമ്മന്തിപ്പൊടി. ഇതിപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് തരിയായിട്ട് വെളുപ്പ് നിറം കാണാം. അത് പരിപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ വായിലിട്ട് അലിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മണൽത്തരിയൊക്കെ പോലെ നല്ല തരി നമുക്കിതിൽ നിന്ന് കിട്ടും. വളരെ രുചിയാണ് ഇങ്ങനെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പ് ഇങ്ങനെ പൊടിച്ച് ചേർക്കാനായിട്ട് കാരണം എണ്ണ ഒരുപാട് ഒഴുകി ചമ്മന്തിപ്പൊടിയിൽ തേങ്ങ തന്നെ വറുത്തെടുക്കുന്നതായതുകൊണ്ട് അതിലേക്ക് ഒത്തിരി എണ്ണ ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന അതിൽ നിന്ന് മുളക് പറ്റുന്നിടത്തോളം മുളക് വാരി ആദ്യമേ തന്നെ പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് പൊടിക്കുക. അത് നന്നായിട്ട് കുഴഞ്ഞൊന്നും പോകത്തില്ല, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ആ പൊടിഞ്ഞ് കിട്ടുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ച് കുറേശ്ശെ എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് അരഞ്ഞു പോകാതെ പൊടിയായിട്ട് നല്ല തരിയുള്ള പൊടിയായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം. അപ്പോൾ പരിപ്പാണെങ്കിലും നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പൗഡർ പോലെ പൊടിഞ്ഞു പോകരുത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ തരി നമ്മുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ പരിപ്പാണെങ്കിലും ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ തേങ്ങയാണെങ്കിലും ഒരുപാട് അരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് അതിൽ നിന്ന് മാറ്റി നമ്മൾ പുളിയും ഉപ്പും കൂടി ഇട്ട് നമ്മൾ ആദ്യമേ തന്നെ അതൊന്ന് പൊടിച്ച് വയ്ക്കുന്നത്. കാരണം മുളക് നന്നായിട്ട് പൊടിയുകയും ചെയ്യണം. എന്നാൽ തേങ്ങ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാനും
പാടില്ല, അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഈ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല തരിയായിട്ടാണ്. നമുക്കാണ് എണ്ണ ഇതിൽ നിന്ന് ഒഴുകുന്നൊന്നുമില്ല. നമ്മളത് പരിപ്പ് വറുത്ത് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എണ്ണ ഒഴുകാതെ തന്നെ ഇതിൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഈ ചമ്മന്തി ഇത് എത്ര നാൾ വേണമെങ്കിലും നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്നതാണ്. വൺസ് നമ്മളിങ്ങനെ പൊടിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഒന്നെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ തവിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും പുളിയും ഇതിന് പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ചേർക്കുന്ന മുളകിൻ്റെ അളവ് കുറഞ്ഞു പോയെങ്കിൽ കുരുമുളക് കൂടുതൽ വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. വറ്റൽമുളകും വറുത്ത് ചേർക്കാം. കൂടുതൽ രുചി കിട്ടുന്നത് കുരുമുളക് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചി കിട്ടും. ഇനി ഇങ്ങനെ എണ്ണ ഒഴുകാതിരിക്കാൻ വേണ്ടി വേറൊരു രീതിയുണ്ട്. ഇഞ്ചിയും ഉള്ളിയും നമ്മൾ അരച്ച് വെക്കുന്ന, അത് നമ്മളിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് തേങ്ങ, വറുത്ത തേങ്ങ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ച് എടുത്തതിന് ശേഷം ആ അരച്ച കൂട്ടിലേക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു കുഴപ്പമേ ഉള്ളൂ, അത് അധിക കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് കേടുകൂടാതെ എത്ര കാലം വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഞാനിത് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.